adanya bagaimana selesai, bagaimana orang berprestasi, bagaimana dia berinvestasi, bagaimana dia berinvestasi, bagaimana Oye, ഇതിൽ പുരുഷായ സമാധാനമില്ല മക്കളെ സംസ്കൃത ജമിയത്തോടുകൂടി SVSൻ്റെയും മറ്റു പോഷക സംഘടനകളുടെയുമൊക്കെ അഭ്യന്തരായ നേതാക്കൾ, ബഹുമാനപ്പെട്ട മറ്റു ഉമറാക്കളെ, പ്രിയപ്പെട്ട ചാലിന്യങ്ങളെ, സംസ്കൃത ജമിയത്തുലമയുടെ ഏറ്റവും ബഹുമാന്യരായ പ്രവർത്തകർ, ജാമിഅ നൂരിയ പൈതൃക സമ്മേളനത്തിൻ്റെ വേദിയിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ജാമിഅ നൂരിയ എന്ന മദാരിസ് കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മീയ പണ്ഡിത നേതൃത്വമായ സമസ്ത കേരള ജമിയത്തുലമ കീഴിൽ പ്രഥമമായി തുടക്കം കുറിച്ച വൈജ്ഞാനിക കേന്ദ്രമാണ്. മഹാന്മാരായ ഖായിദുൽ ഖാം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, എൻ്റെ വന്യപിത PMC തങ്ങൾ, സമസ്ത കേരള ജമിയത്തുലമയുടെ മഹോന്നതരായ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയ, റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ കോട്ടമല അബൂബക്കർ മുസ്ലിയ തുടങ്ങി മഹാരഥന്മാരായ KP ബാപ്പു ഹാജി നൽകിയ ആ ഭൂമിയിൽ തുടക്കം കുറിച്ച സ്ഥാപനമാണ് ജാമിഅ നൂരിയ അറബിക് കോളേജ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലങ്ങളിലും സമസ്ത കേരള ജമിയത്തുലമയുടെ നേതൃത്വത്തിൽ പിൽക്കാലത്ത് വിരാജിച്ച എല്ലാവരും തന്നെ ജാമിയയുടെ സന്തതികളാണ്. കേരളത്തിലങ്ങോളമുള്ള മസ്ജിദുകളും ദർസുകളിലും ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങൾക്കുമൊക്കെ തന്നെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ വൈസ്യന്മാരും അവരുടെ ശിഷ്യന്മാരുമാണ്. കേരളീയ മുസ്ലിം സമൂഹം ജാമിയക്ക് അവരുടെ ഹൃദയത്തിലാണ് സ്ഥാനം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ ജാമിഅ നൂരിയയെ സംരക്ഷിക്കുവാനും അതിന് നെഞ്ചേറ്റി ഉഖ്റവികളായ അലിമീങ്ങളെ സമൂഹത്തിന് സമർപ്പിക്കുന്ന ആ ഒരു ദൗത്യത്തിൽ വരും തലമുറകളെയും നിലനിർത്തേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ മഹത്തായ സ്ഥാപനം ഉലമ ഉംറ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്നും കേരളത്തിലങ്ങോളം ഇങ്ങോളം അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ ആശയപ്രചരണത്തിനായ വരും തലമുറകളെ വളർത്തിക്കൊണ്ടുവരുവാൻ സമസ്ത കേരള ജമിയത്തുലമ കീഴിൽ ഒട്ടേറെ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ സമൂഹത്തെ അഭിമുഖീകരിക്കുവാനും അല്ലാഹുവിൻ്റെ ശുദ്ധദീനിൻ്റെ വെളിച്ചം സന്ദേശം പുതിയ സമൂഹത്തിലേക്കുമൊക്കെ എത്തിക്കുവാൻ പ്രാപ്തരായ
പണ്ഡിതന്മാരാണ് ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും വളർന്നു വരുന്നത്. മതവിദ്യാഭ്യാസത്തോടൊപ്പം പൊതുവിദ്യാഭ്യാസവും ബഹുഭാഷാ പരിജ്ഞാനവും നൽകിക്കൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഇന്നും 50 ആണ്ടുകൾക്ക് പിന്നിൽ നമ്മെക്കാളും പിന്നോക്കം നിൽക്കുന്ന സമുദായത്തെ സമുദ്ധരിക്കുവാനും അവിടെയൊക്കെ മതവിജ്ഞാനവും ഭൗതിക വിദ്യാഭ്യാസവും നൽകിക്കൊണ്ട് അതാത് സംസ്ഥാനങ്ങളിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഭാവിയിലെ നേതൃപദത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് കീഴിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു വന്ന യുവ പണ്ഡിതന്മാരാണ്. വളരെ ത്യാഗോജ്ജലമായ സേവന പ്രവർത്തനങ്ങളാണ് ഗ്രാമാന്തരങ്ങളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ വർത്തമാനകാല സാഹചര്യം നമുക്കറിയാം, ഏറ്റവും വലിയ അധാർമികതയിലേക്കും പരാജയത്വത്തിലേക്കുമൊക്കെ സമൂഹത്തെ ആഴത്തിൽ വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ അവസരത്തിൽ ഉലമാക്കളെയും പണ്ഡിത സമൂഹത്തെയും എന്ന പോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും അതിൻ്റെ പോഷക സംഘടനകൾക്കും മഹല്ല സംവിധാനങ്ങൾക്കും തന്നെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് നിർവഹിക്കുവാനുള്ളത്. നിരീശ്വരവാദവും നിർമ്മതവാദികളും ലിബറലിസവും അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈമറി സ്കൂളിൽ പോലും പിഞ്ചു മക്കളെ ലഹരിക്ക് അടിമപ്പെടുത്തുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ പ്രത്യേകിച്ച് നമ്മുടെ ഉലമാ സമൂഹം വളരെ ജാഗരൂകരുള്ള, അവർക്ക് പിന്നിൽ ഉമറാക്കളും വളരെ ഗൗരവത്തോടുകൂടി നീങ്ങേണ്ട സാഹചര്യമാണ്. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നും നമുക്ക് ഇടയിൽ വിദ്വേഷം വളർത്തുവാനും ചിത്രതയുണ്ടാക്കുവാനും അനൈക്യം വളർത്തുവാനും പല ഭാഗങ്ങളിൽ നിന്നും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജാമിയ നൂരിയയുടെ പ്രവർത്തനത്തെ പോലും വളരെ പ്രയാസത്തിലാക്കുവാൻ പലരും മുന്നിട്ടിറങ്ങുമ്പോൾ സമുദായം ഒറ്റക്കെട്ടായി അതിനെ നേരിടുവാനും നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങളും നമുക്ക് കാണിച്ചു തന്ന ആ പാതയെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് കീഴിൽ ഉലമാക്കളുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് അവരൊക്കെ നമുക്ക് പകർന്നു തന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളാണ് ഇന്ന് നിലനിൽക്കുന്നത്. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ പദ്ധതിയിൽ കൂടിയാണ് ഓരോ സ്ഥാപനവും മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രയാസങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ അത് നന്ദിയുടെ വഴി മാറ്റിയെടുക്കുവാൻ ഒറ്റക്കെട്ടായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ശക്തി പകർന്നുകൊണ്ട് നമ്മുടെ ഓരോ ദീനീ സ്ഥാപനങ്ങളും വളരെ സജീവമാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ നന്മ പകരുവാൻ മുസ്ലിം സമുദായത്തിൻ്റെ സുന്നത്ത് ജമാഅത്ത് ആശയാദർശിച്ചുകൊണ്ട് വിവിധ പ്രസ്ഥാനങ്ങൾക്കെതിരെ അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും അധികം യുവാക്കളെ സ്വാധീനിക്കുന്ന നിരീശ്വര നിർമ്മത ലിബറലിസത്തിലേക്ക് സമുദായത്തെ അത്തരം ചിന്തകളുടെ വഴിയിലേക്ക് പോയവരെ മാറ്റിയെടുക്കുവാൻ വിശുദ്ധ ദീനിൻ്റെ യഥാർത്ഥമായ സന്ദേശം സമൂഹത്തിലേക്ക് പകർന്നു നൽകുവാൻ ഒറ്റക്കെട്ടായ നീങ്ങേണ്ട അവസരമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന സോഷ്യൽ മീഡിയയിൽ പൊതുവേദികളിലുമൊക്കെ തന്നെ അത്തരം നമുക്കൊക്കെ സമൂഹത്തിന് ഉപകാരമില്ലാത്ത ഒരു പ്രവണതയിലേക്ക് നീങ്ങുമ്പോൾ സ്വയം തെറ്റുതിരുത്തിക്കൊണ്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉത്തമ അനുയായികളായിക്കൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ നമ്മുടെ ഉന്നത ശീർഷായ
മഹരഥന്മാരായ അലിമികളും സദാത്തുക്കളും ആലിഫ്യങ്ങളും ഒക്കെ ആ പകർന്നു തന്ന മാതാവിൽ കൂടി നീങ്ങുവാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിടയിൽ ചിന്തകൾ വളർത്തുന്നവരെ, വിദ്വേഷം പരത്തുന്നവരെ വാഹുരാജ്യപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഉത്തരോത്തരം പുരോഗതിയിലെത്തിക്കൊണ്ട് ഇസ്ലാമിക സംസ്കൃതിക്കും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് രാഷ്ട്രീയ പ്രചരണത്തിനും അതുപോലെ തന്നെ ശുദ്ധ ഇസ്ലാമിൻ്റെ ആ യഥാർത്ഥമായ വഴിയിലേക്ക് സമൂഹത്തെ നയിക്കുവാൻ സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മഹല്ലന്മാരായ അലിമീങ്ങൾ, ഉലമാക്കൾ, സാദാത്തുക്കൾ, അലിഫീങ്ങൾ, അവരോടൊപ്പം നാളെ സ്വർഗീയ ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം കരസ്ഥമാക്കുന്നവരും നാം ഇവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങൾ, ഉസ്താദുമാർ, നമ്മുടെ അലിമീങ്ങൾ, നമ്മുടെ സാദാത്തുക്കൾ, നേതാക്കൾ എല്ലാവരുടെയും എല്ലാവരുടെ രോഗങ്ങളുള്ള ആഫിയത്തുള്ള ദീർഘമാകട്ടെ. നമ്മുടെ മക്കളെല്ലാം സ്വാധീനങ്ങളാകട്ടെ. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മയക്കുമരുന്നിനും മറ്റും അടിമപ്പെട്ട് സ്വന്തം ജീവിതം ഇല്ലാതെ ചെയ്യുവാനും സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെ പോലും കൊലപ്പെടുത്തുന്ന ഈ അവസരത്തിൽ അത്തരം ആപത്തുകൾ തൊട്ട് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്കറിയാം, ഫലസ്തീനിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കഷ്ടത അനുഭവിക്കുന്ന നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് അല്ലാഹു സുരക്ഷിതത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളുടെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ജാമിഅ നൂരിയയിൽ നമ്മുടെ ഓരോ സ്ഥാപനങ്ങളും അല്ലാഹു ഓരോരുത്തരും പുരോഗതിയിലേക്ക് എത്തട്ടെ. അതിന് തടസ്സം നിൽക്കുന്നവരെ അല്ലാഹു പരാജയപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിൻ്റെ തിരുനാമത്തിൽ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.